റിനൻസിയേഷൻ ശരിയോ തെറ്റോ? അതായത് റിനൻസിയേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിത്യാഗം അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ. നമ്മുടെ മെറ്റീരിയൽ വെൽത്ത്, നമ്മുടെ സൗഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു ഭിക്ഷു സന്യാസിയായി നമ്മൾ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി ഒക്കെ സീക്ക് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളെ മിക്ക സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രഡീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവരും റിനൻസിയേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതിന് മെറ്റീരിയൽ റിനൻസിയേഷൻ, മെറ്റീരിയൽ വെൽത്തിനെ റിനൗൺസ് ചെയ്തുകൊണ്ട് സ്പിരിച്വൽ പാത്ത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന പാതയിലൂടെ പോയിട്ടുള്ളവരാണ് കൂടുതലും ഉള്ളതെന്ന് പറയുന്നത്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ഓഫ് എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്നതിനെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. കുറച്ച് ആൾക്കാരുടെ സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ ഗൗതം ബുദ്ധൻ്റെ ലൈഫ് നമുക്ക് നോക്കാം. ബുദ്ധൻ അറിയാലോ, വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ മാസ്റ്ററാണ്, വേൾഡ് ഫേമസ് ആണ്. എസ്പെഷ്യലി ഏഷ്യ മുഴുവനും അദ്ദേഹത്തിൻ്റെ റിലീജിയൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളതാണ്. ബുദ്ധിസം വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ് ഏഷ്യയിൽ. സോ അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം നമുക്കൊരു ഡിസ്കഷന് പറ്റിയതാണ്, എസ്പെഷ്യലി റിനൗൺസിയേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ഒരു രാജകുടുംബത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും മെറ്റീരിയൽ വെൽത്തിലൂടെ ജനിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഗൗതം സിദ്ധാർത്ഥ ബുദ്ധൻ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ഭിക്ഷു സന്യാസിയായി മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയുടെ ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക്, അതിലേക്ക് ഡീപ്പായിട്ട് പോയിട്ടുള്ള ഒരാൾ, അതിൽ സക്സസ് കണ്ടെത്തിയ ഒരാളും കൂടെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്നും അറിയപ്പെടുക എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിനൗൺസിയേഷൻ എന്ന ഒരു പ്രോസസ്സ് ശരിയോ തെറ്റോ, അതാണ് നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ പറയാമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ആ ഒരു മെയിൻ ഒരു ഫാക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാജഭരണത്തിൽ ഉണ്ടായിരുന്ന ചില ആസ്ട്രോളജേഴ്സ് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുകയായിരുന്നു. അതായത് അദ്ദേഹം ഒന്നെങ്കിൽ ഒരു ചക്രവർത്തിനാകും അല്ലെങ്കിൽ ഒരു ഭിക്ഷു സന്യാസിയാകും. അതായത് ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് റൂളർ, വേൾഡ് കോൺകറർ ആകും, ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവാകും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സന്യാസ ഭിക്ഷുവായി എല്ലാം ത്യജിച്ച്, എല്ലാം ഉപേക്ഷിച്ച്, മെറ്റീരിയൽ വെൽത്തെല്ലാം ഉപേക്ഷിച്ച് ഒരു ഭിക്ഷു സന്യാസിയെ പോലെ ജീവിക്കാനും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതൊരു 50-50% ആയിട്ടാണ് ആ ആസ്ട്രോളജേഴ്സ് മുന്നിലേക്ക് വെച്ചതെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധൻ ജനിച്ചതിന് ശേഷം ഒരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ നടത്തിയെന്ന് പറയുന്നത്. സോ ഈ രാജാവ് ചോദിക്കുകയാണ് ഈ ആസ്ട്രോളജേഴ്സിനോട്, ബുദ്ധൻ്റെ പിതാവായ രാജാവ് ചോദിക്കുന്നു, ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ എന്താണ് വഴി? അതായത് അദ്ദേഹം ഒരു ഭിക്ഷു സന്യാസി ആകാതിരിക്കാൻ എന്താണ് നമുക്ക് പ്രതിവിധി എന്ന് ചോദിക്കുമ്പോൾ ആസ്ട്രോളജേഴ്സ് കുറച്ച് ഉപദേശം ആ രാജാവിന് കൊടുക്കുന്നു. അതായത് ഗൗതം സിദ്ധാർത്ഥ ബുദ്ധനെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് മാത്രം ജീവിപ്പിക്കുക. അതായത് പോസിറ്റീവ്സ് ആയിട്ട് ജീവിതത്തിൻ്റെ ലക്ഷറീസ് മാത്രം അനുഭവിപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ദുഃഖങ്ങളോ ട്രാജഡീസോ ലൈഫിൻ്റെ സ്ട്രഗിൾസോ നെഗറ്റിവിറ്റീസോ ഒന്നും അദ്ദേഹത്തെ അറിയിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ലക്ഷറിയിൽ മാത്രം അദ്ദേഹം ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഒരു റിനൗൺസിയേഷനോ അല്ലെങ്കിൽ ഒരു സന്യാസത്തിൻ്റെ പാതയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ഒരു വഴിയുണ്ട് എന്ന് ആസ്ട്രോളജേഴ്സ് പറയുന്നു. സോ ആസ്ട്രോളജേഴ്സിൻ്റെ ഈ ഒരു വാക്ക് കേട്ടിട്ട് ഈ രാജാവ് ബുദ്ധനെ ആ ഒരു ലക്ഷറിയിൽ മാത്രം ജീവിപ്പിക്കുന്നു. എല്ലാവിധ സുഖങ്ങളും കൊടുത്ത്, ഭക്ഷണം, പെണ്ണ്, അങ്ങനെ എന്തൊക്കെ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നു അതെല്ലാം അനുഭവിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു ബോറടിപ്പിക്കാതെ ലക്ഷറീസ് ആയിട്ട് അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു ആ ഒരു രാജാവെന്ന് പറയുന്നത്, ബുദ്ധൻ്റെ പിതാവായ രാജാവ്. സോ ഒരു പർട്ടിക്കുലർ ഏജിൽ അറൗണ്ട് ഒരു 29th ബുദ്ധൻ അദ്ദേഹം തിരിച്ചറിവുണ്ടായത്. അതായത് അദ്ദേഹം ഏതൊരു യൂത്ത് ഫെസ്റ്റിവൽ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ രാജ്യത്തെ ഏതൊരു കോളേജിലെ യൂത്ത് ഫെസ്റ്റിവൽ ഇനാഗുറേഷന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം കുറേ ആൾക്കാരെ കാണുന്നത്. അതായത് ഒരു മരിക്കാൻ പോകുന്ന ഒരാൾ, ഒരു സന്യാസി അദ്ദേഹം അപ്രതീക്ഷിതമായി വഴി വെച്ച് കണ്ടുമുട്ടുന്നു. അങ്ങനെ ലൈഫിൻ്റെ ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾസ്, നെഗറ്റിവിറ്റീസൊക്കെ അദ്ദേഹം തിരിച്ചറിയുന്ന ആ ഒരു സാഹചര്യത്തിലാണെന്നാണ് ബുദ്ധൻ്റെ കഥയിൽ പറയാമെന്ന് പറയുന്നത്. അറൗണ്ട് ഒരു 29th ഏജിലാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ലൈഫിൻ്റെ ഹാർഡ്ഷിപ്സ് എല്ലാം അദ്ദേഹത്തിന് വ്യക്തമാകുന്നത്. അതുവരെ അദ്ദേഹത്തിനെ ഇതൊന്നും അറിയിക്കാതെ ഉള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാണ് ബുദ്ധൻ്റെ ആ ഒരു സ്റ്റോറിയിൽ പറയാമെന്ന് പറയുന്നത്. ഇപ്പോൾ ബുദ്ധിസത്തിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ഫിക്ഷണൽ, മിത്തോളജിക്കലായിട്ട് ഒരുപാട് എക്സാഗ്രേഷനൊക്കെ കൊടുത്താണ് ബുദ്ധിസത്തിലൊക്കെ ഈ ഒരു സ്റ്റോറി പറയാമെന്ന് പറഞ്ഞത്. ചില സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ബുദ്ധനെ ഒരു ഡിവൈൻ ഇൻകാർണേഷൻ ആക്കിക്കൊണ്ട് ഒരു കൃഷ്ണനെ പോലെ അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമായ രീതിയിൽ
ഉള്ളൊരു ഇൻകാർണേഷൻ ആക്കി ഒരുപാട് എക്സാഗ്രേഷൻ കൊടുത്തുകൊണ്ടും ചില സ്ക്രിപ്റ്റേഴ്സിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കഥ കേട്ടതെന്ന് പറയുന്നത് ഓഷോയുടെ ഡിസ്കോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഓഷോ കുറച്ചുകൂടെ അതൊരു വ്യക്തമാക്കിയൊരു പ്രാക്ടിക്കൽ സ്റ്റോറി ആയിട്ടാണ് ഓഷോ അവതരിപ്പിച്ചിരിക്കുക എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്റ്റോറീസൊക്കെ എനിക്ക് കേട്ടപ്പോൾ വളരെ മിത്തോളജിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണൊന്നും കൂടെ ബെറ്റർ ആയിട്ട്. അതുകൊണ്ട് ഈ ഒരു വേർഷൻ ഓഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് പറയാൻ പോകുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ, അപ്പോൾ ബാക്ക് ടു സ്റ്റോറി ആ ഒരു 29th ഏജിലാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് ലൈഫിൽ ഡെത്ത് സംഭവിക്കും, ഇപ്പോൾ ചിലവർ രോഗങ്ങൾ വന്ന് അസുഖം വന്ന് സ്ട്രഗിൾ ചെയ്യുന്നു, ചിലവർ മരിച്ചു പോകുന്നു, ചില കാറ്റഗറിയിലുള്ള ആൾക്കാർ ഈ ലൈഫിൻ്റെ ഹാർഡ്ഷിപ്സൊക്കെ മനസ്സിലാക്കി ജീവിതത്തിനും മരണത്തിനും അപ്പുറം എന്താണ് ജീവിതത്തിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് സ്പിരിച്വൽ സീക്കേഴ്സായിട്ട് സന്യാസിമാർ ഒരു ഭാഗത്തുണ്ട്. ഇങ്ങനെയുള്ള ഈ സന്യാസിമാർ, ഡെത്ത് സംഭവിക്കുന്ന ആൾക്കാർ, അസുഖം വന്ന ആൾക്കാർ, ഇവരെക്കുറിച്ചൊക്കെ അദ്ദേഹം അവെയർ ആകുക എന്ന് പറയുന്നത് ഈ ഒരു അറൗണ്ട് ആ ഒരു 29th ഏജിൽ അദ്ദേഹം ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് വഴി വെച്ച് കുറേ ആൾക്കാരെ കാണുമ്പോഴാണ് ഇദ്ദേഹം ഇതെല്ലാം തിരിച്ചറിയാമെന്ന് പറയുന്നത്. ലൈഫിൻ്റെ ആ ഒരു ഹാർഡ് അല്ലെങ്കിൽ ലൈഫിൻ്റെ അത് ഒരു ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ ഇത്രയും നാളും അദ്ദേഹത്തിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമാകുന്നു ആ ഒരു സാഹചര്യത്തിൽ. സോ അപ്പോഴാണ് ബുദ്ധൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഹാർഡ്ഷിപ്സൊക്കെ ഉണ്ട്, അപ്പം തനിക്കും ഇതുപോലെ ഡെത്ത് സംഭവിക്കില്ലേ, ഞാനും ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്ന് രോഗം ബാധിക്കത്തില്ലേ, എനിക്കും വയസ്സാവില്ല, വയസ്സായ ഒരു ഭംഗിയില്ലാത്ത ഒരാളായി മാറത്തില്ലേ. പിന്നെ അദ്ദേഹം സന്യാസിമാരെ കാണുമ്പോൾ അന്നാണ് അദ്ദേഹം സന്യാസിമാരെ കാണുന്നത്. സന്യാസിമാരെന്ന് പറയുന്നത് ഈ ഒരു ജീവിതത്തിൻ്റെ സത്യം അന്വേഷിക്കുന്നു, എന്തെങ്കിലും സ്പിരിച്വൽ ലെവലിൽ എന്തെങ്കിലും ഉണ്ടോ, ഈ ജീവിതത്തിൻ്റെ മീനിങ്ലെസ്നെസ്സിന് അപ്പുറം ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് തേടി നടക്കുന്ന ആൾക്കാരാണ് സന്യാസിമാർ. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ട് എനിക്കൊരു സന്യാസം ആയിക്കൂടാ, കാരണം ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഈ 29 വയസ്സിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഓൾറെഡി എന്തൊക്കെ അനുഭവിക്കാൻ സാധിക്കുമോ, എന്തൊക്കെ ഒരു പുരുഷന് കിട്ടുമോ അതെല്ലാം അനുഭവിച്ചു, ആ ഒരു വെൽത്തും ലക്ഷറിയും അനുഭവിച്ചു. ഇനി എനിക്ക് അറിയേണ്ടത് എന്താണ് സത്യം, അല്ലെങ്കിൽ എന്താണ് ഡെത്ത്, എന്താണ് ലൈഫിൻ്റെ മീനിങ് എന്നതാണ് അറിയണം എന്നൊരു തിരിച്ചറിവ് ബുദ്ധൻ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ദിവസം ഉണ്ടായി എന്നാണ് ബുദ്ധൻ്റെ കഥയിൽ പറയാമെന്ന് പറയുന്നത്. അന്ന് ആ ഒരു നൈറ്റ് തന്നെ അദ്ദേഹം തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം റിനൗൺസ് ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിയാകാൻ തീരുമാനിച്ചു, ഒരു ഭിക്ഷു സന്യാസിയാകാൻ തീരുമാനിച്ചു. ഒരു പോവർട്ടിയിലൊരു സന്യാസിയായി സത്യം അന്വേഷിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് അതിനുശേഷം ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു അറൗണ്ട് ഒരു 12 to 6 years എന്തോ ഒരു 6 years ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം ഓർമ്മയില്ല. 6 years ഓഫ് ഹാർട്ട് സ്പിരിച്വൽ സെർച്ചിന് ശേഷമാണ് അദ്ദേഹം ഒരു എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയും, ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഹയസ്റ്റ് പീക്കാണ് അദ്ദേഹം. ആ ഒരു സ്റ്റേറ്റിലേക്ക് അദ്ദേഹം എത്തി. ദീർഘമായ ധ്യാനത്തിലൂടെയും ഒരുപാട് പ്രാക്ടീസസിലൂടെയും അദ്ദേഹം എത്തുകയുണ്ടായി. സോ ഇവിടെ നമ്മൾ നോക്കുക എന്ന് പറയുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമുക്കൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സ്റ്റോറി വെർഷനാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ബുദ്ധിസത്തിലും ചില സ്ക്രിപ്റ്റേഴ്സിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് എക്സാഗ്രേറ്റ് ചെയ്ത് തന്നിട്ട്, അതായത് ഇപ്പം നമ്മൾ ആ ഒരു യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒരു സീൻ പറഞ്ഞില്ലേ, അതായത് ആ ഒരു യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തിരിച്ചറിവുണ്ടായത്. പല ആൾക്കാരെയും കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായെന്ന് പറഞ്ഞ് സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ ഒരുപാട് എക്സാഗ്രേറ്റ് ചെയ്താണ് പല സ്ക്രിപ്റ്റേഴ്സിലും കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞത്. അതായത് ചില സ്ക്രിപ്റ്റേഴ്സിൽ പറയാമെന്ന് പറയുന്നത് ദൈവം ഇൻകാർണേഷൻ നടത്തി, അതായത് ബുദ്ധനെ തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി സ്വർഗ്ഗലോകത്ത് നിന്ന് ദൈവങ്ങൾ രൂപം പ്രാപിച്ച് സന്യാസിമാരായി ഭിക്ഷക്കാരായി എന്താ പറയുന്നത് അങ്ങനെ ലൈഫിൻ്റെ ഹാർഡ്ഷിപ്സിനെ ബുദ്ധനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ദൈവം തന്നെ പല രൂപം പ്രാപിച്ചാണ് ആ ദിവസം വന്നത് എന്ന രീതിയിൽ എക്സാഗ്രേഷൻ ചെയ്ത് മിത്തിയോളജിക്കലായിട്ട് പല സ്ക്രിപ്റ്റേഴ്സിലുണ്ട്. അതിൽ വലിയ പ്രസക്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. പല വേർഷൻസിലുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് തോന്നിയത് ഓഷോ ഈ ഒരു ബുദ്ധൻ്റെ കഥ പറഞ്ഞതാണ് എനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ആ കഥയുടെ വേർഷനാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറയുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റോറീസിലേക്കും പോകുന്നില്ല, കാരണം എനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നിയ കാര്യം മാത്രമേ ഞാനിപ്പം ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. സോ ഇതാണ് നമ്മൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു വേർഷൻ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു മിത്തിയോളജിക്കൽ വേർഷനും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. സോ ഒരു പ്രാക്ടിക്കൽ ലെവലാണ് എനിക്കൊന്നും കൂടെ അനുയോജ്യമായിട്ട് തോന്നിയത്. പക്ഷേ ആ ഒരു പ്രാക്ടിക്കൽ ലെവലിലും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. കാരണം 29 വയസ്സ് വരെ ബുദ്ധൻ മരണത്തെ പറ്റി അറിഞ്ഞിട്ടില്ല, സന്യാസിമാരെ പറ്റി അറിഞ്ഞിരുന്നില്ല, ജീവിതത്തിൽ നമ്മൾ വയസ്സാകും, നമുക്ക് രോഗങ്ങൾ ബാധിക്കും, നമ്മളൊരു ഓൾഡ് മാൻ ആകും എന്നതിനെ പറ്റിയൊന്നും ബുദ്ധൻ അവെയർ ആയിരുന്നില്ല എന്നാണ് പൊതുവെയുള്ള സ്റ്റോറീസിലെല്ലാം പറയാമെന്ന് പറയുന്നത്. പക്ഷേ അതൊരു ഫാക്ച്വലായിട്ട് എനിക്ക് തോന്നുന്നില്ല.
അതിലൊരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 29 വയസ്സ് വരെ അദ്ദേഹം എല്ലാ ലക്ഷറിയിലുമാണല്ലോ ജനിച്ചത്. കാരണം ഒരു രാജാവിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണമോ, ആ രാജ്യത്ത് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടുമോ, എന്തൊക്കെ മെറ്റീരിയൽ ലെവൽ എന്ത് വേണം, എന്ത് തോന്നിവാസം കാണിക്കണോ, അതെല്ലാം അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ ഹീ സാറ്റിസ്ഫൈഡ് വിത്ത് ഓൾ ദ മെറ്റീരിയൽ വെൽത്ത്. മെറ്റീരിയൽ ലൈഫിൽ എന്തൊക്കെ അനുഭവിക്കാൻ സാധിക്കുമോ അതെല്ലാം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നു പുള്ളി മേ ബി ഹി വാസ് ടയേർഡ് ഓഫ് ദ മെറ്റീരിയൽ ലൈഫ്. അതിലൊന്നും അദ്ദേഹത്തിന് എക്സൈറ്റ് ചെയ്യുന്നില്ല. ഭക്ഷണത്തിന് ഭക്ഷണം, പെണ്ണിന് പെണ്ണ്, വേറെ എന്തൊക്കെ വേണോ, എന്തൊക്കെ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ ലെവലിലും അദ്ദേഹം പോയി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നത്തിങ് എക്സൈറ്റ്സ് ഹിം എനിമോർ. അതായത് നോർമൽ ലൈഫിലൊന്നും അദ്ദേഹത്തെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പോൾ എക്സൈറ്റ് ചെയ്യിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഭിക്ഷക്കാരെ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറഞ്ഞ കാര്യത്തിനെ പറ്റി അദ്ദേഹം അവെയർ ആവുന്നു, സന്യാസിമാരെയൊക്കെ വഴി വെച്ച് കാണുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നത് അപ്പോൾ അദ്ദേഹത്തിന് നോർമൽ ലൈഫിൽ ഓൾറെഡി അദ്ദേഹം ബോറടിച്ച് കഴിഞ്ഞു, എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് എക്സൈറ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ സന്യാസിമാരെ കണ്ടപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്, കാരണം ആ ഒരു ലൈഫ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നോർമലി അദ്ദേഹം ഫെഡപ്പ് ആയിരുന്നു, ആ ഒരു മെറ്റീരിയൽ ലൈഫിൽ അദ്ദേഹം ഫെഡപ്പ് ആയിരുന്നു ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഒരു സന്യാസിമാരെ കണ്ടപ്പോൾ ആ ലൈഫ് എന്താകണം എന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി വന്ന് അദ്ദേഹത്തിന് ഓൾറെഡി ഒരു സ്പാർക്ക് കിട്ടി. അദ്ദേഹം ആ ഒരു എക്സ്പ്ലോറേഷന് വേണ്ടി പോയായിരിക്കാം. ഒരു സ്പിരിച്വൽ സീക്കിങ് അദ്ദേഹത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കാം. അത് പെട്ടെന്ന് ഉണർന്നു വന്നു. അത് ഉണരാനൊരു സാഹചര്യം അൺഎക്സ്പെക്റ്റഡ്ലി ഉണ്ടായി. സോ അങ്ങനെ അദ്ദേഹം ഒരു പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു മനംമാറ്റം വന്ന് ഉണ്ടായിരിക്കും. പക്ഷെ ഞാനിതിനെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കുറച്ചുകൂടെ. അതായത് ഒരു വ്യക്തി 29 വയസ്സിൽ വരെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അറിഞ്ഞ് ജീവിച്ചു, എല്ലാ ലക്ഷറിലും ജീവിച്ചു, ഇനിയൊന്നും മെറ്റീരിയൽ ലൈഫിന് കൊടുക്കാൻ അദ്ദേഹത്തിനില്ല എന്നൊരു പോയിന്റ് വരുമ്പോൾ, ഒരു അൾട്ടിമേറ്റ് പീക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ഒരു സ്പിരിച്വൽ ലെവൽ, ഒരു ഹയർ ഡയമെൻഷൻ ഉണ്ടോ എന്നൊരു സെർച്ച് നടത്തുക എന്ന് പറയുന്നത് വളരെ ഒരു നോർമലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം നമ്മളെല്ലാവരും നോർമലി ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടല്ലേ. ഇപ്പോൾ നമ്മളൊരു 29 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സൊക്കെ ആകുമ്പോഴും ഒരു 30 വയസ്സ്, ചിലപ്പോൾ ഒരു 40 വയസ്സിൽ നമുക്കിനി ഒരുപാട് ഹോപ്സ് കാണും. നമ്മുടെ മെറ്റീരിയൽ ലൈഫിൽ ഒരുപാട് അംബീഷൻസ് കാണാം. ഒരു പക്ഷേ എനിക്ക് ഇന്നതാകണം, ഇന്ന വയസ്സിൽ എനിക്ക് ഇന്നതാകണം, അങ്ങനെ നമ്മളെല്ലാവരും ഒരു പക്ഷേ ഒരു ഹോപ്പിലായിരിക്കാം ജീവിക്കുന്നത്. ഇനിയും നമുക്ക് ഉയർച്ചകളിൽ എത്താൻ സാധിക്കും, ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മെറ്റീരിയൽ ലൈഫിൽ എന്ന രീതിയിലായിരിക്കും നമ്മളെല്ലാം ജീവിക്കുക എന്ന് പറയാം. പക്ഷേ ബുദ്ധനെ സംബന്ധിച്ചോളം ഗൗതം ബുദ്ധൻ അദ്ദേഹം 29th തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഒരുപക്ഷെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നാച്ചുറലായിട്ടുള്ള ഒരു ഇതാണ്. അതായത് ലക്ഷറിയിൽ ജീവിച്ച് കഴിയുമ്പം യു ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് നത്തിങ്. ലക്ഷറി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ആയിരിക്കാം അദ്ദേഹത്തിന് ഒരു 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 ക്യൂരിയോസിറ്റി തോന്നിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖല അത് മാത്രമാണെന്ന് തോന്നിയ ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ചാൻസ് നോർമലി വന്നു കാണാം. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈസ് റിനൗൺസിയേഷൻ ദ റൈറ്റ് വേ. അത് ശരിയായിരുന്നോ ബുദ്ധൻ്റെ ഒരു റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്? കാരണം ബുദ്ധൻ റിനൗൺസിയേഷൻ ചെയ്ത് ബുദ്ധൻ ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആയ സാഹചര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പോലും ഈ ഒരു റിനൗൺസിയേഷനിൽ, ഈ ഒരു പോവർട്ടിയിലാണ് ജീവിച്ച് എന്നാണ് നമ്മൾ ആ ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരും ആ ഒരു റിനൗൺസിയേഷൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അത് ഫോളോ ചെയ്തു. അപ്പോൾ ഈ റിനൗൺസിയേഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി ആൾക്കാരുടെ മൈൻഡ് സെറ്റിലേക്ക് ഇങ്ങനെ വരികയാണ്. അതായത് നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മെഡിറ്റേഷനിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ലൈഫ് റിനൗൺസ് ചെയ്താലേ മാത്രമേ നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ എന്തെങ്കിലും സ്പിരിച്വൽ ലൈഫിൽ സക്സീഡ് ആകൂ എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാരിൽ ഉടനീളമുണ്ട്. പൊതുവേ അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെയാണെന്ന് പറയാം. അതായത് ഒരാളൊരു ഒരുപാട് ധ്യാനത്തിലേക്കും ഒരുപാട് ഇതിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ അങ്ങനെയുണ്ട്. അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് മണി, എഗെയിൻസ്റ്റ് വെൽത്ത് ആണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ ഈ ബുദ്ധൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിന് കൊണ്ടുള്ളൊരു പ്രോബ്ലം അതാണ്. അങ്ങനെ ഒരു ഒരാളൊരു സക്സസ്ഫുൾ സ്പിരിച്വൽ മാസ്റ്റർ അങ്ങനെ ഒരു വെൽത്ത് എല്ലാം റിനൗൺസ് ചെയ്ത് ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാരുടെ ഓൾറെഡി ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതായത് സ്പിരിച്വാലിറ്റി ഈസ് എഗെയിൻസ്റ്റ് വെൽത്ത് ആൻഡ് മണി എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാരിലുണ്ട്. അത് ബുദ്ധനെ പോലെയുള്ള ആൾക്കാരുടെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് കൊണ്ടാണ് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ പിന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ലൈഫിൽ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് എൻലൈറ്റൻമെൻറ്റ് കിട്ടി, ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ട് വീണ്ടും തിരിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കിണ്ടത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തൻ്റെ
രാജകുടുംബത്തിലേക്ക് തിരിച്ച് അദ്ദേഹം വരുന്നുണ്ട്. തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഭാര്യേനെയൊക്കെ കാണാൻ വേണ്ടി അദ്ദേഹം വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു സംഭവമുണ്ട്. അതായത് താങ്കൾ അതായത് ബുദ്ധനോട് ചോദിക്കുകയാണ് ഭാര്യ, അതായത് ഈ ഒരു മെറ്റീരിയൽ ലൈഫൊക്കെ റിനൗൺസ് ചെയ്തിട്ട് താങ്കൾ എന്തൊക്കെയാണോ അറ്റൈൻ ചെയ്തത്, താങ്കൾ ആ ഒരു ഇത്ര നാളും കൊണ്ട് അറ്റൈൻ ചെയ്ത അതേ ആ ഒരു സംഭവം എന്തുകൊണ്ട് താങ്കൾക്ക് ഈ ഒരു മെറ്റീരിയൽ ലൈഫിൽ ഇരുന്നു കൊണ്ട് അറ്റൈൻ ചെയ്തുകൂടാ എന്നൊരു ചോദ്യം ബുദ്ധൻ്റെ ഭാര്യ ഉന്നയിക്കുന്നുണ്ട്. അപ്പം ബുദ്ധൻ പറയുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ശരിയാണ്, ഭാര്യ പറഞ്ഞത് ശരിയായിട്ട് രീതിയിലാണ് ബുദ്ധൻ പറയാന്ന് പറയുന്നത്. അതായത് ബുദ്ധൻ പറയണേ, എനിക്ക് ഈ ഒരു രാജാവായി ഇരുന്നുകൊണ്ടും ഈ ഒരു സംഭവം ഒരുപക്ഷെ എനിക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അന്നത്തെ ആ ഒരു ഇഗ്നോറൻസിൻ്റെ പുറത്ത്, അതായത് എൻ്റെ ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ ആ ഒരു മെറ്റീരിയൽ ലൈഫ് ഫെഡപ്പായിരുന്നു. അങ്ങനെ ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ പുറത്തായിരുന്നു ഞാനിതെല്ലാം ഉപേക്ഷിച്ച് ഒരു പോവർട്ടിയിൽ ഒരു സ്പിരിച്വൽ സീക്കിങ് നടത്തിയത് എന്നാണ് ബുദ്ധൻ ഭാര്യയോട് പറയാമെന്ന് പറയുന്നത്. പക്ഷെ ബുദ്ധൻ കൺഫേം ചെയ്യുന്നുണ്ട്, അതായത് ഒരു രാജഭരണത്തിൽ രാജാവായി ഇരുന്നു കൊണ്ടും ഇത് അറ്റൈൻ ചെയ്യാൻ സാധിക്കും എന്നും ബുദ്ധൻ പറയുന്നതായിട്ട് ചില കഥകളിൽ ഞാനിത് കേട്ടിട്ടുണ്ട്. ഭാര്യയും ബുദ്ധനെ തമ്മിലൊരു കോൺവെർസേഷൻ എനിക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഏതോ ഒരു കവിതയിൽ ഈ ഒരു സംഭവം ഉണ്ട്. അതിനകത്താണ് ഈ സംഭവം ഇങ്ങനെ പറയാമെന്ന് പറയുന്നത്. ബുദ്ധൻ അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ പറയുന്നെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ റെഫറൻസ് ഒന്നും അറിയില്ല, പക്ഷെ ഞാനിങ്ങനെ ഇവിടെ കേട്ടിട്ടുണ്ട്. സോ ബുദ്ധൻ്റെ ഒരു തെറ്റിദ്ധാരണ പുറത്തായിരിക്കാം ഒരുപക്ഷെ അന്ന് അദ്ദേഹം റിനൗൺസ് ചെയ്തത്. പക്ഷേ ഒരു സ്പിരിച്വൽ ലെവൽ അറ്റൈൻ ചെയ്തതിന് ശേഷം അദ്ദേഹം കൺഫേം ചെയ്യുന്നുണ്ട് ഭാര്യയോട്. അതായത് ഒരു രാജഭരണത്തിൽ ഒരു മെറ്റീരിയൽ വെൽത്തിലും ഇരുന്നുകൊണ്ടും മെറ്റീരിയൽ ലക്ഷറിയിൽ ഇരുന്നു കൊണ്ടും ഇതേ സംഭവം അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന രീതിയിൽ തന്നെയാണ് ബുദ്ധൻ്റെ ഭാര്യയോട് പറയാമെന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും എനിക്ക് മനസ്സിലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ഒരു പോവർട്ടിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് റിനൗൺസിയേഷൻ നടത്തിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസിലൊക്കെ ഫോളോ ചെയ്തെന്ന് പറയുന്നത്. പക്ഷേ അതൊരു ഡൗട്ടായിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. കാരണം ഞാൻ കുറേ റെഫറൻസ് നോക്കി, പക്ഷേ എനിക്കൊരു പ്രോപ്പർ ആൻസേഴ്സ് കിട്ടിയില്ല എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു പോവർട്ടിയെ വീണ്ടും സപ്പോർട്ട് ചെയ്തു. കാരണം ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട്, ഭാര്യയോട് ഓൾറെഡി കൺഫേം ചെയ്യുന്നുണ്ട് അദ്ദേഹം മെറ്റീരിയൽ വെൽത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് സ്പിരിച്വൽ ഗെയിൻസ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് ഫോളോയിങ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പോവർട്ടിയിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അതെന്താ വ്യക്തമായതെന്ന് എനിക്ക് അറിയില്ല. സോ അങ്ങനെ കുറേ ലൂപ്പ് ഹോൾസ് അദ്ദേഹത്തിൻ്റെ ഒരു കഥയിലുണ്ട്. കാരണം ഇതൊക്കെ 2500 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ എവിഡൻസ് ഓഫ് ഫാക്ട്സ് ഒന്നുമില്ല. ഇതൊക്കെ പലരും എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റേഴ്സും പലരും പറഞ്ഞ കഥകളിൽ നിന്നാണ് നമുക്കിങ്ങനെ ഒരു കാര്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ എവിഡൻസ് ഓഫ് ഫാക്റ്റോ ഒന്നും നമുക്ക് ബുദ്ധൻ്റെ ലൈഫിൽ കാണിക്കാനില്ല. പിന്നെ വേറൊരു മെഡിറ്റേഷൻ മാസ്റ്ററാണ് രമണ മഹർഷി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു പോപ്പുലർ സ്പിരിച്വൽ മാസ്റ്ററാണ്. സോ അദ്ദേഹത്തിൻ്റെ ലൈഫും നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു റിനൗൺസിയേഷൻ ചെയ്ത ഒരാളാണ്. വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ റിനൗൺസിയേഷൻ നടത്തി അദ്ദേഹം അതിൻ്റെ സ്പിരിച്വൽ സീക്കിങ്ങിന് വേണ്ടി മാത്രം അദ്ദേഹം ആ ഒരു ലൈഫ് ഡിവോട്ട് ചെയ്ത് അദ്ദേഹം സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒരു പോപ്പുലർ മാസ്റ്ററായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിൽ റെക്കഗ്നൈസ്ഡ് ആയത്. സോ പിന്നെ വേറെ നമ്മൾ പറയുകയാണെങ്കിൽ ഓഷോ ആണല്ലോ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി ഞാൻ മാസ്റ്ററായിട്ട് കാണുന്ന എൻ്റെ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന ഓഷോയാണ്. അപ്പം ഓഷോയുടെയൊക്കെ ലൈഫ് നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആണ്. ഇത് ഗൗതം ബുദ്ധൻ്റെയും രമണ മഹർഷിയുടെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓഷോയുടെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അദ്ദേഹം ഒരു സാധാ കുടുംബത്തിലാണ് ജനിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം റിനൗൺസിയേഷൻ ഒന്നും നടത്തില്ല. ഒരു സാധാ നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സ്പിരിച്വൽ ലെവലിൽ സക്സസ് നേടിയ ഒരാളാണ്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അദ്ദേഹം പ്രൊഫസറായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറേ നാൾ ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോയിങ് ഒക്കെ കൂടിയതിന് ശേഷം അദ്ദേഹം പ്രൊഫസറിൻ്റെ ഒരു പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം കംപ്ലീറ്റ്ലി സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ കമ്മ്യൂണിറ്റീസൊക്കെ ആ ഒരു സ്പിരിച്വൽ കമ്മ്യൂണൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ആണെങ്കിലും അദ്ദേഹം ആ ഒരു മെറ്റീരിയൽ വെൽത്തിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാത്തരം ലക്ഷറിയും അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്ക് സമ്മാനിച്ചുകൊണ്ട് മെറ്റീരിയൽ വെൽത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സ്പിരിച്വൽ പ്രാക്ടീസസും സ്പിരിച്വാലിറ്റിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ത്രൂ ഔട്ട് ലൈഫ് എന്ന് പറയുന്നത്. സോ ഓഷോൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അദ്ദേഹം ബോത്ത് മെറ്റീരിയൽ വെൽത്തിനെയും സ്പിരിച്വാലിറ്റിയെയും രണ്ടിനെയും എൻകറേജ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വിട്ടുനിന്ന് ഇപ്പോൾ ഗൗതം ബുദ്ധൻ്റെയൊക്കെ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ മാൻ ഷുഡ് ബി മെറ്റീരിയലിലും റിച്ച് ആകണം, സ്പിരിച്വലിയും റിച്ച് ആകണം എന്നൊരു കോൺസെപ്റ്റാണ് ഓഷോ എപ്പോഴും പ്രൊക്ലെയിം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്.
പിന്നെ റിനൗൺസിയേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരാളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ബിക്കോസ് ഒരാളൊരു മെറ്റീരിയൽ ലൈഫിൽ ഫെഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ദർ ഈസ് നോ വേ. ചിലപ്പോൾ അദ്ദേഹത്തിന് മെറ്റീരിയൽ ലൈഫ് റിനൗൺസിയേഷൻ തോന്നുവാണെങ്കിൽ ഒരാൾക്ക് ഉള്ളിലൊരു വ്യക്തമായ ബോധം, ഒരു ധാരണയുണ്ട്, അയാൾക്ക് ഓക്കെ ആണ്, പോവർട്ടിയിൽ ജീവിക്കാൻ ഓക്കെ ആണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് നത്തിങ് റോങ് വിത്ത് ഹിം. ഇറ്റ് ഈസ് പേഴ്സണൽ ചോയ്സ്, ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ഡിസിഷൻ ആണ്. അതിൽ വേറെ ഒരാൾക്ക് അതിൽ ഒരു ഇത് ഇല്ല. പിന്നെ ഓഷോ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ഡിസയേഴ്സ് അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് ഒരാൾക്ക് തോന്നുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആ ഒരു മെറ്റീരിയൽ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മളൊരു ലക്ഷറിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റി ഒക്കെ ചെയ്യണമെന്ന് തോന്നുക എന്ന് പറയുന്നത്. അതായത് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് ദ അൾട്ടിമേറ്റ് ലക്ഷറി എ പേഴ്സൺ ക്യാൻ ഹാവ് ഇൻ ഈസ് ലൈഫ് എന്നാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊരു അൾട്ടിമേറ്റ് ഒരു ടോപ്പ് ലക്ഷറി ഓഫ് ലൈഫാണ്. സോ ആ ലക്ഷറിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ബേസിക് ലക്ഷറീസ് എല്ലാം ജീവിക്കണം. മെറ്റീരിയൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. ആ ഒരു മെറ്റീരിയൽ വെൽത്തും ലൈഫും ഒക്കെ അതിലെ ലക്ഷറീസൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിലൊരു കോണ്ടൻമെൻറ്റ് കണ്ട് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹയർ നീഡ് നമുക്ക് ഫീൽ ചെയ്യാമെന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ. ആ ഒരു ബേസ്മെൻറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ നീഡാണ്. നമ്മളൊരു ബേസ്, ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു മെറ്റീരിയൽ വെൽത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ നീഡ്സ് എന്നൊക്കെ പറയാമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഹയർ നീഡ് നമ്മളിൽ ഇവോൾവ് ആകും. സോ നമ്മൾ ആക്ച്വലി റിനൗൺസ് ചെയ്യേണ്ട ഒരു റിനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു ലക്ഷറിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിൽ എന്താ പറയുക, നമ്മളൊരു നല്ലൊരു വീടൊക്കെ വെച്ച് നമ്മൾ മെറ്റീരിയലി സേഫായി, ഫിനാൻഷ്യലി സേഫായി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു സോഫയിലൊക്കെ ഇരുന്ന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനും ആ ഒരു ലക്ഷറിയിൽ ഇരുന്ന് നമ്മൾ മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ഒരു ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നത്. അല്ലാതെ ഈ പോവർട്ടിയിൽ കിടന്ന് നമ്മൾ ദാരിദ്ര്യത്തിൽ കിടന്ന് നമ്മൾ ഈ സ്പിരിച്വൽ സീക്കിങ് നടത്തുക എന്ന് പറയുന്നത് വളരെ ടഫുള്ള കാര്യമാണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ വെൽത്ത് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ് സ്പിരിച്വാലിറ്റിക്കുള്ളതെന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ നമ്മളെ ഒരു ഈസി ആയിട്ട് ആ ഒരു സ്പിരിച്വൽ പ്രോസസ്സിനെയൊക്കെ നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. സോ റിനൗൺസിയേഷൻ ശരിയോ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ചില വ്യക്തികളുടെയൊക്കെ അത് ശരി, അവർക്ക് സ്വയം വ്യക്തിപരമായി പോകുന്നത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർക്ക് അങ്ങനെ പോകേണ്ട ഒരു വിചാരം അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു കുറ്റം പറയാൻ എന്നതിൽ കാര്യമില്ല. പിന്നെ ഒരു റിനൗൺസിയേഷൻ, അതായത് ഈ ഒരു കുഴപ്പമെന്ന് പറയുന്നത് റിനൗൺസിയേഷൻ ചെയ്താൽ മാത്രമേ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ സക്സസ്ഫുൾ ആകൂ എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടത്. അതൊരു തെറ്റായ ധാരണയാണ് ആൾക്കാരിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടിപ്പിക്കൽ ബിലീഫ് സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ആ ഒരു ട്രഡീഷണലിലും വളരെയധികം ഇൻബോണ്ടാണ്. ഈ ഗോതമ്പുത്തൻ്റെയൊക്കെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ആ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അത് തെറ്റാണ്. അങ്ങനെ ഒരു നിർബന്ധപരമായ ഒരു സംഭവം ഇല്ല. അതിനെയൊക്കെ പൊളിച്ചെടുക്കാനാണ് ഓഷോ അദ്ദേഹം ആ മെറ്റീരിയൽ വെൽത്തൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം അമേരിക്കയിലായിരുന്ന സമയത്ത് അറൗണ്ട് 99 റോൾസ് റോയ്സ് കാറോ 90 റോൾസ് റോയ്സ് കാറിലൊക്കെയാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ കാർ, അങ്ങനെ വളരെ ലക്ഷറിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കാരണം ആ ഒരു സ്പിരിച്വാലിറ്റി ലക്ഷറിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ള ആ ഒരു ട്രഡീഷണൽ ബിലീഫിനെ പൊളിച്ചെടുക്കാനാണ് ഓഷോ വളരെയധികം അദ്ദേഹത്തിൻ്റെ ത്രൂ ഔട്ട് ലൈഫിൽ ശ്രമിച്ചതെന്ന് പറയുന്നത്. സോ റിനൗൺസിയേഷൻ തെറ്റോ ശരിയോ എന്ന് ചോദിക്കുമ്പം എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കുമ്പം അതൊരു സബ്ജക്റ്റീവ് ഡിസിഷനാണ്. പക്ഷേ ഒരു കളക്റ്റീവ് മാസിനെ അതിലേക്ക് ഒരു ഉന്തിത്തള്ളി വിടുന്നതിനോട് എനിക്ക് പേഴ്സണലി അതിനോട് യോജിപ്പില്ല. അത് റിനൗൺസിയേഷൻ ചെയ്താലേ മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റി സക്സസ് ആവും എന്നുള്ളതിൽ നമുക്ക് ഇത് എപ്പോഴും ഒരു തെറ്റായ ഒരു ധാരണയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഇതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.